ഒരു യുദ്ധം പോലും ഇല്ലാതെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സാവധാനം ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ രാജ്യത്തിന് ഇനി ഒന്നിനും കഴിയില്ല, പ്രതിരോധിക്കാൻ പോലും പറ്റില്ല എന്ന അവസ്ഥ വരുന്നതുവരെ ആ പിടി മുറുക്കുകയാണ്. തായ്വാന്റെ കാര്യത്തിൽ ചൈന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണെന്നാണ് പല വിദഗ്ധരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2026 എന്ന വർഷം ഒരു അപകടകരമായിട്ടുള്ള വഴിത്തിരിവായിട്ട് എല്ലാവരും കാണുന്നത്. ലോകത്തിപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിന് പകരം കരുത്തരായിട്ടുള്ള നേതാക്കള് തങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് പോകാമെന്ന് പരീക്ഷിച്ചു നോക്കുന്ന ഒരു കളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് നിലനിന്നിരുന്ന നിയമങ്ങളൊക്കെ പതുക്കെ തകരാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ 1949 പോകണം. അതിനു മുമ്പ് ചൈന മുഴുവൻ ഭരിച്ചിരുന്നത് റിപ്പബ്ലിക് ഓഫ് ചൈന ആയിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ആഭ്യന്തര യുദ്ധത്തിൽ തോറ്റതോടെ പഴയ ഗവൺമെന്റ് തായ്വാനിലേക്ക് ഓടിപ്പോയി. കമ്മ്യൂണിസ്റ്റുകാർ മെയിൻലാൻഡ് ചൈനയിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്നുവരെ മെയിൻലാൻഡ് ചൈന തായ്വാനെ ഭരിച്ചിട്ടില്ല. എങ്കിലും തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്നും അതൊരു പ്രത്യേക രാജ്യമല്ല, മറിച്ച് തങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു പ്രവിശ്യ മാത്രമാണ് എന്നാണ് ബീജിംഗ് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. തായ്വാനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ അർത്ഥത്തിലും ഒരു സ്വതന്ത്ര രാജ്യം പോലെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അവരുടെ അയൽക്കാരൻ എപ്പോഴും പറയുന്നത് നീ എന്റേതാണ്, ഒരു ദിവസം ഞാൻ നിന്നെ പിടിച്ചെടുക്കാൻ വരും എന്നാണ്. ചൈനീസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറും അതിർത്തി തർക്കം മാത്രമല്ല. ചൈന എന്ന രാജ്യത്തിന്റെ പുനരുജ്ജീവനത്തിന് തായ്വാനെ കൂടെ കൂട്ടുന്നത് അനിവാര്യമാണെന്നാണ് ഷീ ജിൻപിങ് ആവർത്തിച്ചു പറയുന്നത്. ലളിതമായിട്ട് പറഞ്ഞാല് തായ്വാൻ കൂടി ബീജിംഗിന്റെ നിയന്ത്രണത്തിൽ വന്നാലേ ചൈനയുടെ ഉയർത്തെഴുന്നേൽപ്പ് പൂർണ്ണമാകൂ എന്നാണ് അദ്ദേഹം തന്റെ ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ലയനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്ന് അദ്ദേഹം പറയുന്നത്. ഇതിനായിട്ട് സൈനിക ശക്തി ഉപയോഗിക്കാനുള്ള സാധ്യതയും ചൈന തള്ളിക്കളയുന്നില്ല. സമാധാനപരമായിട്ടുള്ള ലയനമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ലെന്ന് തോന്നിയാൽ സൈന്യത്തെ ഇറക്കാൻ മടിക്കില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് 2026 ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? ചൈനീസ് സൈന്യത്തോട് 2027 ആകുമ്പോഴേക്കും തായ്വാൻ വിഷയത്തിൽ ഒരു യുദ്ധത്തിന് പൂർണ്ണമായിട്ട് സജ്ജരാകാൻ നിർദ്ദേശമുണ്ട്. അതിനർത്ഥം ആ വർഷം അവർ ആക്രമിക്കുമെന്നല്ല, മറിച്ച് അതിനുള്ള കഴിവ് അവർ നേടിയെടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ പല നിരീക്ഷകരും 2026 ഒരു പരീക്ഷണ വർഷമായിട്ട് കാണുന്നു. നമുക്ക് നേരത്തെ നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇതാണ് സമയം എന്ന് ബീജിംഗ് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണത്. ആ സമയമാകുമ്പോഴേക്കും സൈനിക തയ്യാറെടുപ്പുകളും രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളും ലോകശ്രദ്ധ മറ്റു പല കാര്യങ്ങളായിട്ട് ചിതറിക്കിടക്കുന്ന അവസ്ഥയുമൊക്കെ ഒരേ സമയം വന്നേക്കാം. തായ്വാന്റെ ജനാധിപത്യ ഭരണകൂടം ലയനത്തെ പൂർണ്ണമായും എതിർക്കുകയാണ്. ലോകം മറ്റ് പ്രതിസന്ധികളുടെ തിരക്കിലുമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയും കാത്തിരിക്കുന്നത് അപകടമാണെന്നും ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കുമെന്നും ചൈനീസ് നേതാക്കൾ കണക്ക് കൂട്ടിയേക്കാം. മറുഭാഗത്ത് അമേരിക്കയും വളരെ സൂക്ഷിച്ചാണ് കരുക്കൾ നീക്കുന്നത്. ഔദ്യോഗികമായിട്ട് വാഷിംഗ്ടൺ തായ്വാനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അതേസമയം തന്നെ അവർ തായ്വാനെ ആയുധങ്ങൾ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ചൈന ആക്രമിക്കുകയാണെങ്കിൽ തായ്വാനെ സഹായിച്ചേക്കും എന്നൊരു സൂചനയും അവർ നൽകുന്നുണ്ട്. ഇതിനെയാണ് സ്ട്രാറ്റജിക് ആംബിഗ്യൂറ്റി എന്ന് വിളിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് തായ്വാനെ മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വലിയ ആയുധ ശേഖരങ്ങൾ അമേരിക്ക നൽകിയിരുന്നു. ചൈനയുടെ ഒരു ആക്രമണം അത്ര എളുപ്പമാകാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ട്രംപിന്റെ വിദേശ നയം എപ്പോഴും പ്രവചനാതീതമാണ് എന്നുള്ളതാണ്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അമേരിക്കയുടെ അധികാരം പെട്ടെന്ന് ഉപയോഗിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ ഒരു പ്രസിഡന്റ് പരസ്യമായിട്ട് സംസാരിക്കുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ സങ്കീർണമാണ്. ഇതിനെ ശക്തിയായിട്ടും കാണാം, എന്നാൽ ചിലപ്പോൾ ഇതൊരു ജാഗ്രത കുറവായിട്ടും തോന്നാം. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ അവ്യക്തത ഒരു അവസരമാണ്. വാഷിംഗ്ടൺ മറ്റു കാര്യങ്ങൾ ശ്രദ്ധാലുവാണെന്നോ അല്ലെങ്കിൽ അവിടെ ആഭ്യന്തരമായിട്ട് ഭിന്നതകളുണ്ടെന്നോ എന്ന് തോന്നിയാലേ തായ്വാൻ കടലിടുക്കിൽ തങ്ങളുടെ അതിരുകൾ പരീക്ഷിക്കാനേ ബീജിംഗിന് കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കും എന്നുള്ളതാണ്. ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. തായ്വാനെ ചൈനയുടെ ഭാഗമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ ചൈനീസ് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. മറ്റാർക്കും കഴിയാത്ത ഒരു കാര്യം പൂർത്തിയാക്കിയ നേതാവായിട്ട് അദ്ദേഹം അറിയപ്പെടും. എന്നാൽ ഇതിൽ അദ്ദേഹത്തിന് പിഴച്ചാലുണ്ടാകുന്ന ആഘാതം
ഭീകരമായിരിക്കും. ഒരുപാട് കാലം കാത്തിരുന്നാൽ തായ്വാൻ ജനതയുടെ സ്വതന്ത്രമായ ഐഡന്റിറ്റി കൂടുതൽ ശക്തമാകും. പിന്നെ അവരെ കൂടെ കൂട്ടുക എന്നത് അസാധ്യമാകും. എന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പോയി അതൊരു വലിയ യുദ്ധത്തിലേക്കോ സാമ്പത്തിക തകർച്ചയിലേക്കോ ആഗോള ഉപരോധങ്ങളിലേക്കോ നയിച്ചാലേ അത് ചൈനയെ തകർക്കും. അതുകൊണ്ട് ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 2026 എന്നത് ആകർഷകമായ എന്നാൽ അപകടം പിടിച്ച ഒരു പാലം പോലെയാണ്. അക്കരെ വലിയ നേട്ടങ്ങൾ കാണാം, പക്ഷേ നടന്നു പോകുന്ന വഴി നിറയെ വിള്ളലുകളാണ്. ഈ അപകടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചൈന പെട്ടെന്നൊരു വലിയ യുദ്ധത്തിന് മുതിരുന്നില്ല. അതിനു പകരം അവർ അനക്കോണ്ട സ്ട്രാറ്റജിയാണ് പയറ്റുന്നത്. ഒരു അനക്കോണ്ട പാമ്പ് എങ്ങനെയാണ് ഇരയെ പിടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഒറ്റയടിക്ക് കടിച്ചു കൊല്ലുകയല്ല ചെയ്യുന്നത്. പകരം ഇരയുടെ ചുറ്റും വരിഞ്ഞു മുറുക്കി ശ്വാസം കിട്ടാതെയാക്കി പതുക്കെ പതുക്കെ അതിനെ ഇല്ലാതാക്കും. അതുപോലെ ചൈന തായ്വാന് ചുറ്റും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. തായ്വാന്റെ എയർ ഡിഫൻസ് സോണിലേക്ക് ഇടയ്ക്കിടെ യുദ്ധവിമാനങ്ങൾ അയക്കുന്നു. തായ്വാന് ചുറ്റും കപ്പലുകൾ വിന്യസിക്കുന്നു. ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ എങ്ങനെയിരിക്കും എന്നതിൻ്റെ റിഹേഴ്സൽ പോലെ വലിയ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നു. മിസൈലുകൾ തായ്വാന് മുകളിലൂടെ പറക്കുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊന്നും ഒരു യുദ്ധമല്ല, പക്ഷേ തായ്വാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ഭീഷണി കീഴിൽ ജീവിക്കുന്നതിന് തുല്യമാണിത്. ഭൂപടത്തിൽ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലും സമ്മർദ്ദം ചെലുത്താൻ ഈ സ്ട്രാറ്റജി സഹായിക്കുന്നുണ്ട്. തായ്വാൻ സൈന്യത്തെ എപ്പോഴും ജാഗ്രതയോടെ നിർത്തി അവരെ തളർത്താനാണ് ചൈന ശ്രമിക്കുന്നത്. നിരന്തരം ആകാശത്തും കടലിലും അതിരുകൾ ലംഘിക്കുന്നതിലൂടെ തായ്വാന്റെ പ്രതിരോധത്തെ ആശയക്കുഴപ്പത്തിലാക്കിയാണ് അവർ. ഈ ഒരു ഷോർട്ട് ഓഫ് വാർ സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ അമേരിക്ക എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നും ചൈന നിരീക്ഷിക്കുന്നുണ്ട്. അമേരിക്കൻ കപ്പലുകൾ അങ്ങോട്ട് വരുന്നുണ്ടോ? അമേരിക്കൻ നേതാക്കൾ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടോ? അതോ മിണ്ടാതിരിക്കുകയാണോ? ഓരോ വിമാനപ്പറക്കലും ഓരോ സൈനിക അഭ്യാസവും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ തങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് പോകാം എന്ന് മനസ്സിലാക്കാനുള്ള വഴികളാണ്. തായ്വാന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം ഇതിനെ കൂടുതൽ പ്രധാനപ്പെട്ടതാക്കുന്നുണ്ട്. പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു ദ്വീപാണിത്. സൗത്ത് ചൈന കടലിന്റെ ഭൂരിഭാഗവും തങ്ങളുടേതാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. തായ്വാനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാലേ ചൈനീസ് സൈന്യത്തിന് പസഫിക് സമുദ്രത്തിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയും. അത് ജപ്പാനെയും ഫിലിപ്പീൻസിനെയും ഒക്കെ കൂടുതൽ ഭയപ്പെടുത്തും. വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ആശങ്കയിലാകും. ചുരുക്കത്തിൽ തായ്വാൻ എന്നത് വെറും വികാരപരമായിട്ടുള്ള ഒരു വിഷയം മാത്രമല്ല, മറിച്ച് സമുദ്രത്തിന് മുകളിൽ അധികാരം ഉറപ്പിക്കാനുള്ള ഒരു വാതിൽ കൂടിയാണ്. ഇനി ഇതിന്റെ സാമ്പത്തിക വശം നോക്കിയാൽ അത് ലോകത്തെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കുന്നത് തായ്വാനിലാണ്. സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, AI സിസ്റ്റങ്ങൾ, കാറുകൾ, ആധുനിക ആയുധങ്ങൾ എന്നിവയുടെയൊക്കെ തലച്ചോറ് ഈ കൊച്ചു ചിപ്പുകളാണ്. തായ്വാനിലെ ഈ ചിപ്പ് വ്യവസായം ചൈനയുടെ കയ്യിലായാൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി അവർക്ക് ലഭിക്കും. തായ്വാൻ വിഷയത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് കച്ചവടത്തെയും ഊർജ്ജ വിതരണത്തെയും മാത്രമല്ല ബാധിക്കുന്നത്, അത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പിടിച്ചെടുക്കും എന്നുള്ളതാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കാൾ വലിയ ആഘാതമായിരിക്കും അത് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇന്ന് ലോകത്തിലെ മിക്കവാറും എല്ലാ വ്യവസായങ്ങളും ഈ ചിപ്പുകളെയാണ് ആശ്രയിക്കുന്നത്. ഒരു വലിയ യുദ്ധം ഉണ്ടായാൽ അത് വലിയ നഷ്ടങ്ങൾക്കും ആഗോള പ്രതിഷേധങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് തന്നെ ബീജിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ അനക്കോണ്ട സ്ട്രാറ്റജി വളരെ ലാഭകരമാണ്. പെട്ടെന്നുള്ളൊരു ആക്രമണം എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങൾക്കെല്ലാം ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കേണ്ടി വരും. എന്നാൽ ഈ രീതി വളരെ പതുക്കെയും നിശബ്ദവുമാണ്. ഇതൊരു സാധാരണ സൈനിക പരിശീലനം മാത്രമാണ് എന്ന് പറഞ്ഞ് അവർക്കിതിനെ ന്യായീകരിക്കാം. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് ചൈനയ്ക്കെതിരെ പെട്ടെന്ന് വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഉള്ളുനിറന്ന് നോക്കിയാൽ തായ്വാന്റെ മനോവീര്യം തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ തായ്വാൻ ഒന്നും ചെയ്യാതെ കാത്തിരിക്കുകയല്ല. എന്തു വന്നാലും തങ്ങളുടെ നാടിനെ സംരക്ഷിക്കുമെന്ന് അവരുടെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. വലുപ്പത്തിൽ ചൈനയോട് മത്സരിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാകുന്ന രീതിയിലാണ് അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് അസിമെട്രിക് ഡിഫൻസ് എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ ഉപയോഗിച്ചും പെട്ടെന്ന് കീഴടങ്ങാതെ ദീർഘകാലം പ്രതിരോധിച്ച് നിൽക്കാനുമാണ് അവർ ശ്രമിക്കുന്നത്. തായ്വാനിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മുകളിൽ യുദ്ധവിമാനങ്ങൾ പറക്കുമ്പോഴും കടലിൽ കപ്പുകൾ നിരക്കുമ്പോഴും ആ ടെൻഷനിടയിൽ തന്നെ ജോലിക്ക് പോയും വോട്ട് ചെയ്യും ഒരു സാധാരണ ജീവിതം നയിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് 2026 എന്ന് പറയുന്നത് കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല. സൈനികമായിട്ടുള്ള തയ്യാറെടുപ്പുകളും രാഷ്ട്രീയമായിട്ടുള്ള വാശികളും ലോകത്തിലെ അനിശ്ചിതാവസ്ഥയും ഒക്കെ ഒരേ സമയം കൂട്ടിമുട്ടുന്ന ഒരു സമയമാണത്. ഷീ ജിൻപിങ്ങിനെ തീരുമാനിക്കേണ്ടി വരും തൻ്റെ സ്വപ്നത്തിന് വേണ്ടി എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന്. ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും തീരുമാനിക്കേണ്ടി വരും തായ്വാനെ സംരക്ഷിക്കാൻ എത്രത്തോളം ഉറച്ചു നിൽക്കുമെന്ന്. ലോകത്തിലെ ബാക്കി രാജ്യങ്ങൾക്ക് തീരുമാനിക്കേണ്ടി വരും ഇതൊരു ദൂരെയുള്ള പ്രാദേശിക പ്രശ്നം മാത്രമാണോ അതോ ലോകത്തിൻ്റെ സുരക്ഷയെയും സാമ്പത്തിക വ്യവസ്ഥയെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യമാണോ എന്ന്. ചൈനയും തായ്വാനും തമ്മിലുള്ള ഈ വിഷയം കേവലം 2 തീരങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. ഇത് അധികാരത്തെക്കുറിച്ചാണ്. നേതാക്കൾ എത്രത്തോളം മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ചാണ്. ചിലപ്പോൾ നിശബ്ദമായിട്ടുള്ള ഈ സമ്മർദ്ദം ഒരു യുദ്ധത്തെക്കാൾ അപകടമായേക്കാം.